ഇന്ത്യൻ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവിനെ T20 ടീം ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും അതേപോലെ തന്നെ T20 ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയിട്ടാണ്. കഴിഞ്ഞ ദിവസം വേൾഡ് കപ്പ് T20 ടീം അനൗൺസ് ചെയ്ത സമയത്ത് പെട്ടെന്നായിരുന്നു യുവ ഓപ്പണറായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കിയത്. ഇനി എന്തായാലും വേൾഡ് കപ്പിലേക്കുള്ള T20 ടീമിനെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് വേൾഡ് കപ്പ് കഴിയുന്നത് വരെ ഇനി അങ്ങോട്ടുള്ള എല്ലാ T20 മത്സരങ്ങൾക്കും ഇതേ ടീമായിരിക്കും തുടരുക എന്നുള്ള കാര്യം 100% ഷുവറാണ്. അതുകൊണ്ട് തന്നെ ഇനി ഗില്ലിനൊരു തിരിച്ചു വരവ് എന്തായാലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഗില്ലിനെ പോലെ തന്നെ ഫോം ഔട്ടിൽ തുടരുന്ന വേറൊരു വ്യക്തിയാണ് കേട്ടോ സൂര്യകുമാർ യാദവ്. ഒരാൾ ക്യാപ്റ്റൻ ആണെങ്കിൽ മറ്റൊരാൾ വൈസ് ക്യാപ്റ്റനായി ഈ ഒരു പദവി വെച്ചിട്ട് തന്നെ ഇവരിനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മാച്ചിലും ഈ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പോയിരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ എന്തായാലും സൂര്യകുമാർ യാദവിനും ഇതേ ഫോം ഔട്ട് തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഇനിയൊരു തിരിച്ചു വരവില്ലാത്ത രീതിയിൽ ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ടീം മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളായിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏജാണ്. ഏജ് എന്തായാലും സൂര്യകുമാർ യാദവ് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് തന്നെ 30 എബോ ഏജിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ഏകദേശം ഏജ് ആയി കഴിഞ്ഞു. പിന്നൊന്ന് എന്തെന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്ത ഈ ഒരു പ്രകടനമാണ്. ഈ രണ്ട് കാരണങ്ങൾ തന്നെ ടീം മാനേജ്മെൻറ്റിന് ധാരാളമാണ് ഒരു പ്ലെയറിനെ ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിവാക്കാനായിട്ട്. പിന്നെ ഈ ഒരു സൂര്യകുമാർ യാദവിനെ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻസിയിൽ നിന്നും ഒഴിവാക്കുകയാണെങ്കിൽ ഇനി ആ ഒരു സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളതാണ്. ഒന്നാമത്തെ പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹർദിക്ക് തന്നെയായിരിക്കും. T20 ടീം ക്യാപ്റ്റനായിട്ടാണ് ഹർദിക്കിനെ എന്തായാലും ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഹർദിക്കിനെ T20 ടീം ക്യാപ്റ്റനായിട്ട് മാത്രമായിരിക്കും പരിഗണിക്കാൻ ചാൻസ് ഉള്ളത്. വേറൊരാൾ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രേയസ് അയ്യറാണ് കേട്ടോ. ശ്രേയസ് അയ്യറിന് ക്യാപ്റ്റൻസി കൊടുക്കണേ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 3 ഫോർമാറ്റിലും കളിപ്പിക്കണേ എന്നുണ്ടെങ്കിൽ 3 ഫോർമാറ്റിലും ക്യാപ്റ്റൻസി കൊടുക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല അദ്ദേഹത്തിന് ഗെയിമിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഗ്രൗണ്ടിൻ്റെ ഉള്ളിലെടുക്കുന്ന തീരുമാനങ്ങൾ അത്രയ്ക്കും ബോൾഡായിട്ടും പിന്നെ അതൊക്കെ IPL പലരും കണ്ടു കാണും. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ പഞ്ചാബിനെ ആണെങ്കിൽ തന്നെ കഴിഞ്ഞ 2 സീസണിലായിട്ട് ഫൈനലിൽ എത്തിച്ച ഒരു ക്യാപ്റ്റനും കൂടിയാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹത്തിൻ്റെ അതേപോലെ തന്നെ ആ ഒരു മിഡിൽ ഓർഡറിൽ കിട്ടുന്ന ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്ട്രെങ്ത്താണ്. അതുകൊണ്ട് തന്നെ അടുത്ത 3 ഫോർമാറ്റിലേക്ക് ഒരു ക്യാപ്റ്റനെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ശ്രേയസ് തന്നെ ആയിരിക്കണം കേട്ടോ. സഞ്ജുവിനെ പിന്നെ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ സഞ്ജുവിന് എന്തായാലും ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കാൻ ചാൻസ് വളരെ കുറവാണ്. വേറൊന്നും ഉണ്ടല്ല, സഞ്ജുവിന് ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് പോലും പരിഗണിക്കാത്ത ഒരു മാനേജ്മെൻ്റ് ഉള്ള സ്ഥിതിക്ക് എന്തായാലും അങ്ങനെ ഒരു സ്ഥാനം പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ അഭിപ്രായം എന്തായാലും അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് ഇതേപോലെയുള്ള ക്രിക്കറ്റ് സംബന്ധമായിട്ടുള്ള ന്യൂസുകൾ വാച്ച് ചെയ്യാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.